വലിയ വിയോജിപ്പ് കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏത് തരത്തിലൊരു നിലപാടെടുക്കണമെന്നാണ് അങ്ങ് പറയുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്, വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഞാനൊരു ക്ഷേത്രത്തെ കാണുന്നത് ഒരു ദൈവത്തിനെ കൈനീട്ടാനും ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കാനും ഒരു സ്ഥലമായിട്ടാണ്. ഞാൻ ഒരിക്കലും അതിനൊരു രാഷ്ട്രീയ വേദിയായി കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ വേദി ആക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് ചോദിക്കണം, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് തോന്നുന്നു ഇതിൽ രാഷ്ട്രീയത്തിൽ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ പോയാലോ പോയിട്ടില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അർത്ഥമുണ്ടാകും. ഇതിനെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ചെയ്യണം നല്ലത്. എന്തായാലും പാർട്ടി പ്രഖ്യാപിക്കും. ഒരു പാർട്ടിയായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടോ അതോ അവർ ഈ 3-4 നേതാക്കളെ വിളിച്ചവർ അവർക്കാണ് ഒരു വ്യക്തിപരമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതും കൂടി ഡൽഹിയിൽ നിന്നൊരു പ്രഖ്യാപനം വരട്ടെ. ഇന്ന് ആക്ച്വലി അവരെല്ലാവരും നാഗ്പൂരിലാണ്. ഇതിനെക്കുറിച്ച് ഒരു പക്ഷേ ചർച്ചയുണ്ടാകും. ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് അറിയുമല്ലോ. ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു നിലപാടെടുത്തത് കോൺഗ്രസ് ആണ്. അവിടെ ക്ഷേത്രം വേണമെന്നുള്ളൊരു നിലപാട്, വിശാലമായ ഒരു ചിന്ത എടുത്തത് അത് കോൺഗ്രസ് ആണ്. അല്ല, കോടതി തീരുമാനം വന്ന ശേഷം പിന്നെ തർക്കമുണ്ടാവാൻ സ്ഥലമില്ല. സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ഒരു ക്ഷേത്രം കെട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ വിഷയത്തെക്കുറിച്ച് തർക്കമില്ല. ഞങ്ങൾക്ക് വ്യക്തികളായിട്ട് അവിടെ പോകാനും അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ സമയം, അതിൻ്റെ സർക്കംസ്റ്റാൻസസും നമ്മൾ നോക്കണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇതൊരു രാഷ്ട്രീയ വേദിയായി മാറി വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്യൻ്റെ ഒരു രാഷ്ട്രീയ വേദിയിൽ പങ്കെടുക്കണോ? അതോ നമ്മൾക്ക് നമ്മളുടെ സൗകര്യം പ്രകാരം നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഹിന്ദുക്കൾ പ്രാർത്ഥിച്ചൂടെ? അതൊക്കെയാണ് ചോദ്യങ്ങൾ. ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് എന്തായാലും ക്ഷണമില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ ആവശ്യമില്ല. നിങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനവും ആ ക്ഷണിച്ച വ്യക്തികളുടെ തീരുമാനം നിങ്ങൾ കേട്ട് കാത്തിരിക്കുന്നത് 1-2 ദിവസം നടത്തി വരുമായിരിക്കും. വേറൊരു ചോദ്യം കൂടി. ഈ പ്രതിപക്ഷ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ തുടർച്ചയായി പോലീസ് കേസെടുക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുക്കുന്നത്. ഇപ്പോൾ വനിതാ മാധ്യമപ്രവർത്തകരെയാണ് കൂടുതലായി കേസെടുക്കുന്നത്. ഇതൊരു വേട്ടയാടലായി തോന്നുന്നുണ്ടോ പോലീസിന്റെ? അതെ, ഇതൊരു അന്യായമാണ്. ഞാൻ പണ്ട് ഇന്നലെയോ മിനിങ്ങാന്നോ മാധ്യമക്കാർ ഇതുപോലെ എന്നോട് പത്തനംതിട്ടയിലോ വേറെ എവിടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഈ കേസുകളെ പിൻവലിക്കണം. അവർക്ക് ഒരു അവകാശവും ഇല്ല ഇത് ചെയ്യാൻ. നമ്മളുടെ രാജ്യത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സ്പെഷ്യൽ സ്ഥാനമുണ്ട്. നമ്മളുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് പ്രസ് ഒരു അത്യാവശ്യമായ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് നമ്മുടെ രാജ്യം. അത് മനുഷ്യാവകാശത്തിന് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അവരൊരു കാര്യം കാണുമ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണം, എഴുതണം, ടെലിവിഷനിൽ കാട്ടണം. അത് അവരൊരു കടമയാണ്. അതിനെ നമ്മൾ ബാധിച്ചാൽ നമ്മുടെ ജനാധിപത്യം ശരിക്കും ജനാധിപത്യമായി ഇരിക്കില്ല. അതാണ് സത്യം. അപ്പോൾ ഈ കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ എതിരെ കേസ് ഫയൽ ചെയ്യരുത്. കേസ് ഫയൽ ചെയ്താൽ അതിനെ പിൻവലിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാനത് പബ്ലിക്കലി പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും നിങ്ങളോട് പറയുന്നു, ഇത് ശരിയല്ല. സർക്കാരിന് ഇത് ചെയ്യാൻ ആവശ്യമില്ല. അത് മാത്രമല്ല, എന്താ ചെയ്തിരിക്കുന്നത്, എന്താ ഒരു അക്യൂസേഷൻ, ഇതിനൊരു ജാമ്യം കൊടുക്കാത്ത ഒരു ചാർജാണോ അപ്ലൈ ചെയ്യേണ്ടത്? ഇവർ പറയുന്നു ഇവർ ഒരു സ്ഥലത്തുണ്ടായിരുന്നു, സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. അത് അവർക്ക് ചെയ്യാനുള്ള അവരുടെ കടമയാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. അതിനെക്കുറിച്ച് ഇവർ അനാവശ്യമായിട്ട് കേസുകൾ കൊണ്ടുവരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് പോലീസിൻ്റെ ജോലിയല്ല. പോലീസ് നമ്മളെല്ലാവരെയും സംരക്ഷിക്കാനും നമ്മളെല്ലാവരെയും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നോക്കാനാണ് അവരുടെ കടമ. അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏജൻസായി മാറി നിൽക്കാൻ ഒരു ആവശ്യവുമില്ല. ഈ കേസ് ഞാൻ അറിയപ്പെടുന്ന ഒരു കേസ്, പക്ഷേ ഇനി കേസുകളുണ്ടെങ്കിൽ അതിന് പിൻവലിക്കണം എന്നൊരു സംശയം. അല്ല, CPM മതവിശ്വാസമില്ല. അപ്പോൾ CPM ഇഷ്ടമായിട്ട് എളുപ്പത്തെ ഒരു തീരുമാനം എടുക്കുക. കോൺഗ്രസിൻ്റെ അകത്ത് CPM ഐഡിയോളജി അല്ല, BJPയുടെ ഐഡിയോളജിയും അല്ല. നമ്മൾ ഹിന്ദുത്വയെ ഒരു രാഷ്ട്രീയ ഡോക്ട്രിനായിട്ട് കാണുന്നു. അത് ഹിന്ദു മതത്തിനെ ബന്ധപ്പെട്ട ഒരു വിശ്വാസമല്ല ഹിന്ദുത്വം. അതുകൊണ്ട് ഞങ്ങൾ CPM അല്ല, ഞങ്ങൾ BJPയും അല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം തീരുമാനം എടുക്കാൻ നിങ്ങൾ സമയം തരും. താങ്ക് യു. ഇല്ല. അവർ അകത്ത് ചർച്ച ചെയ്യട്ടെ. ഇന്ന് നാഗ്പൂരിൽ എല്ലാവരും കൂടുന്നുണ്ട്. ചിലർക്ക് ഈ തിരുവനന്തപുരത്ത് നാഗ്പൂർ എത്താനൊരു പാടായ കാരണം 2-3 പേര് പോയില്ല. പക്ഷേ നമ്മൾക്ക് എന്തായാലും അവിടുത്തെ ചർച്ചയുടെ റിസൾട്ട് അറിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയപ്പെടും. ഒരു പ്രശ്നമില്ല.